നമ്മുടെ മൈക്രോ കൺട്രോളർ ലാബിലെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് 8-ബിറ്റ് മൾട്ടിപ്ലിക്കേഷനാണ്. അതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് റൈറ്റ് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് സ്റ്റോർഡ് ഇൻ ദ എക്സ്റ്റേണൽ മെമ്മറി. അതായത് എക്സ്റ്റേണൽ മെമ്മറിയിൽ തന്നിട്ടുള്ള 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറയുന്നത്. എക്സ്റ്റേണൽ നമ്പേഴ്സിൽ എക്സ്റ്റേണൽ മെമ്മറിയിൽ 2 നമ്പേഴ്സ് നമ്മൾ കൊടുക്കണം. അതായത് ഇതിൻ്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ട് 4100-ഉം 4101-ഉം. അങ്ങനെ 2 നമ്പേഴ്സ് 4100-ൽ ഒരു നമ്പറും അടുത്ത 4001-ൽ രണ്ടാമത്തെ നമ്പറും നമ്മൾ ആദ്യം അതിൽ സ്റ്റോർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ 4102-ലും 4103-ലും ആയിട്ട് അതിനെ ഷോ ചെയ്യണം. അതാണ് റിസൾട്ട്. അവിടെ നിന്നാണ് എടുക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റേണൽ മെമ്മറിയാണ്. എക്സ്റ്റേണൽ മെമ്മറി അപ്പോൾ നിലവിൽ നമ്മുടെ അവിടെയുള്ള സിസ്റ്റം എന്ന് പറയുന്നത് അവിടുത്തെയുള്ള കിറ്റ്, ട്രെയിനർ കിറ്റ് ഈ ഇതുപോലത്തെ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതല്ല. അത് എംബഡേഡ് സിസ്റ്റം ചെയ്യാൻ പാകത്തിനുള്ളതാണ്. അതായത് വേറെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഇതുപോലെ മെമ്മറീനെ ആക്സസ് ചെയ്യാനോ അതിൽ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അതിന് കീബോർഡുള്ള ടൈപ്പ് കിറ്റാണ് ഉള്ളത് സാധാരണ കാണാറ്. അപ്പോൾ അതുവഴി നമുക്ക് ഇൻപുട്ട് കൊടുക്കാനും ലൊക്കേഷൻ ഓപ്പൺ ചെയ്യാനും ഇൻപുട്ട് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി ഇവിടെ നടക്കില്ലാത്തതുകൊണ്ട് നമ്മൾ കെയിൽ മൈക്രോവിഷൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. സിമുലേഷൻ ചെയ്യാൻ പറ്റും അതിൽ. അങ്ങനെയാണ് അതാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോണത്. ഇപ്പോൾ ഇതിൽ എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി എന്താണെന്നൊന്ന് മനസ്സിലാക്കാതെ ഇതാണ് ഒരു മൈക്രോ കൺട്രോളർ 8051 ഇൻ്റർഫേസ് ചെയ്തേക്കാണ്. മെമ്മറി എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് ഇൻ്റർഫേസ് ചെയ്തേക്കാണ്. ഇതിൽ എക്സ്റ്റേണൽ മെമ്മറി റോമും ഉണ്ട് റാമും ഉണ്ട്. ഇതിന് സൈസ് എന്ന് പറയുന്നത് 16K, റാമിൻ്റെ സൈസ് 8K. ഇതാണ് നമ്മുടെ അവിടെ സാധാരണ വേണ്ടത്. ട്രെയിനർ കിറ്റിൽ എക്സ്റ്റേണൽ മെമ്മറി ഇൻ്റർഫേസ് ചെയ്ത മൈക്രോ കൺട്രോളേഴ്സ് കിറ്റായിരുന്നു വേണ്ടത്. പക്ഷെ അവിടെ അതില്ല. അത് അവിടെ ഒറ്റ ഈ ഐ സി മാത്രമുള്ളൊരു മൈക്രോ കൺട്രോളറാണ് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത്. ഈ ഒറ്റ ഐ സി മാത്രമേ ഉള്ളൂ, ഇതൊന്നുമില്ല. അപ്പോൾ എന്നാലും നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ എക്സ്റ്റേണൽ മെമ്മറിയിൽ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് തന്നിട്ടുള്ളതല്ല. അപ്പോൾ പ്രോബ്ലം എഴുതുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് നോക്കാം. ഇപ്പോൾ പ്രോഗ്രാമിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ORG എന്ന് പറഞ്ഞാൽ ഒറിജിനാണ്. ഒറിജിൻ 4200H എന്ന് തന്നിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ്. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. ഈ അഡ്രസ്സ് 4200 നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സാണ്. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഏത് വേണമെങ്കിലും കൊടുക്കാം. എക്സ്റ്റേണൽ മെമ്മറിയുടെ അഡ്രസ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി ഇപ്പോൾ 4000-ലായിരിക്കും ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവുക. അത് കിറ്റ് ഉണ്ടാക്കണവരാണ് തീരുമാനിക്കുന്നത് ഏതാണ് അഡ്രസ്സെന്ന്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് മാനുവലിൽ ഉണ്ടാവും സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഇതാണ്. ഇപ്പോൾ ഇത് 4000-ലായിരിക്കണം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ. ഇത് പ്രോഗ്രാം ഇപ്പോൾ വേറെ ഏതെങ്കിലും കോളേജിൽ എഴുതേണ്ടതായിരിക്കും അവിടുത്തെ കിറ്റ് അനുസരിച്ച്. അപ്പോൾ ഇത് 4200-ൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് വെച്ച് തുടങ്ങി. അപ്പോൾ ഒരു പ്രോഗ്രാം ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറിജിനും വേണം, അതുപോലെ തന്നെ വേണ്ടതാണ് എൻഡും വേണം. അതിൻ്റെ ഉള്ളിൽ നിൽക്കണം പ്രോഗ്രാം. ഇനി അടുത്ത ലൈൻ എന്ന് പറയുന്നത് മൂവ് DPTR #4100. DPTR എന്ന് പറഞ്ഞൊരു പോയിൻ്ററാണ്. അതായത് ലൊക്കേഷൻ. നമ്മൾ ഈ പറഞ്ഞോണം 4000, 4001 കുറേ ലൊക്കേഷൻസ് ഉണ്ടല്ലോ എക്സ്റ്റേണൽ മെമ്മറിയിൽ. ആ ലൊക്കേഷൻ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DPTR എന്നുള്ള ഒരു കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഡാറ്റ പോയിൻ്റർ എന്നാണ് അതിനെ പറയുന്നത്. ഡാറ്റ പോയിൻ്റർ 16 ബിറ്റാണ്. ഇത് നോക്കുമ്പോൾ 16 ബിറ്റാണ്. ഇത് 41-ഉം 00 ആണ്. 8 ബിറ്റാണെങ്കിൽ 41 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 4100 എന്ന് പറയുമ്പോൾ ഇത് 8 ബിറ്റും ഇത് 8 ബിറ്റും. അങ്ങനെ 16 ബിറ്റാണ് നമ്മുടെ ഈ എക്സ്റ്റേണൽ മെമ്മറി. എപ്പോഴും അഡ്രസ് ലൈൻസ് 16 ബിറ്റ് ആയിരിക്കും. അപ്പോൾ അത് ഡാറ്റ പോയിൻ്റർ വെച്ചിട്ട് മാത്രമാണ് നമുക്ക് എക്സ്റ്റേണൽ മെമ്മറീനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും രജിസ്റ്റർ എയും ബിയും വെച്ച് മാത്രമാണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ രജിസ്റ്റർ എയും ബിയും മൈക്രോ കൺട്രോളറിൽ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇതാണ് നമ്മുടെ 8051 ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഇതിൽ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് ഇത് രജിസ്റ്ററാണ്, അക്യുമുലേറ്റർ രജിസ്റ്ററാണ്. അത് മെയിൻ രജിസ്റ്ററാണിത്. പിന്നെ രജിസ്റ്റർ ബി,
ഇതിൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ബി. ഇത് ഡയറക്റ്റ് രജിസ്റ്റർ ബി ഡയറക്റ്റ് ആക്സസിബിൾ അല്ല. അതിന് അക്യുമുലേറ്ററിന് മാത്രമാണ് രജിസ്റ്റർ ബിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഡയറക്റ്റ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഈ പ്രോഗ്രാം ഒന്നുകൂടി പറയാം. അതായത് ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു നമ്പർ BC ഇൻറ്റു അടുത്ത നമ്പർ FE ആണെന്ന് വയ്ക്കുക. BC ഇൻറ്റു FE. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് BA88 ആണ്. BA88 നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം. ഈ പ്രോഗ്രാമിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ 4200 ആണ്. അതാണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ്, അതവിടെ കാണാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് മൂവ് DPTR ആണ്. DPTRലേക്ക് 4100 എന്ന് പറഞ്ഞ അഡ്രസ്സ് മൂവ് ചെയ്തേക്കാണ്. 4100 അതായത് നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DPTR കമാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി ആണെന്ന് വിചാരിക്കുക. ഇത് എക്സ്റ്റേണൽ മെമ്മറി. ഇപ്പോൾ ഇതിൽ 4100 ഇതിങ്ങോട്ട് താഴേക്കും മുകളിലേക്കും ഉണ്ട്. അതിൻ്റെ ഒരു പാർട്ട് കാണിക്കുന്നതാണ്. 4100, 4101, 4102, 4103, 4104 ഇങ്ങനെ കയറി പോകും. അപ്പോൾ ഇതിൽ DPTR ഫസ്റ്റ് പോയിൻ്റ് ആണ് 4100. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞോണം BC ഇൻറ്റു FE ആണ്. ഇതിൻ്റെ ആൻസർ FE ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് BA88 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ BC എന്നുള്ള നമ്പർ 4100 കൊടുക്കുകയാണ്. നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ FE എന്നുള്ളത് 4101 കൊടുക്കുകയാണ് ലൊക്കേഷനിൽ. അപ്പോൾ ഈ DPTR ആദ്യം തന്നെ 4100 നിൽക്കണം. ഡാറ്റ പോയിൻ്റ് 4100 നിൽക്കണം. ഈ 4100 അറ്റ് DPTR എന്നുള്ള ഈ ഇൻസ്ട്രക്ഷൻ കണ്ടോ, അറ്റ് DPTR ആണ്. അപ്പോൾ DPTRലുള്ളത് DPTR എന്ന് പറഞ്ഞാൽ അഡ്രസ്സാണ്. അതിൻ്റെ ഉള്ളിലുള്ളതാണ് അറ്റ് DPTR. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതിന് എങ്ങോട്ട് മാറ്റണം? അക്യുമുലേറ്റർ നോക്കണം. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ അക്യുമുലേറ്റർ ഇതാണെന്ന് വിചാരിക്കുക. ഒരു 8 ബിറ്റ് രജിസ്റ്ററാണ്. അക്യുമുലേറ്ററിലേക്ക് നമ്മൾ ആദ്യം തന്നെ BC മാറ്റി. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്കുക. മൂവ് A,B എന്ന അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്കുള്ളത് ബിയിലേക്ക് മാറ്റാം. അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് ബിയിലേക്ക് മാറ്റണം. ഇപ്പോൾ രജിസ്റ്റർ B ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അതും 8 ബിറ്റ് രജിസ്റ്റർ തന്നെയാണ്. അതിലുള്ളത് അതായത് അക്യുമുലേറ്ററിലുള്ളത് ബിയിലേക്ക് മാറ്റണം. അപ്പോൾ മൂവ് ഈ കമാൻഡ് വിളിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലുള്ളത് ബിയിലേക്ക് പോകും. ഇപ്പോൾ കോപ്പിയാണ് ചെയ്യണത് ശരിക്കും. അപ്പോൾ ബിയിൽ BC വരും. അപ്പോൾ എയിലും ബിയിലും BC വന്നു. പിന്നെ അടുത്തത് ഇൻക്രിമെൻ്റ് ആണ്. INC എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ്. ഡാറ്റ പോയിൻ്റർ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ 4100 എന്നുള്ളത് 4101 ആവും. ഇപ്പോൾ ഇവിടെയാണ് പോയിൻ്റ് ചെയ്യണത്. ഡാറ്റ പോയിൻ്റർ ഇത് പോയിൻ്റ് ചെയ്യും. അപ്പോൾ മൂവ് X A, DPTR അറ്റ് DPTR. അപ്പോൾ 4101 അറ്റ് DPTR എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് എയിലേക്ക് മാറ്റാണ്. അപ്പോൾ എന്തായി? FE ആണ്. അപ്പോൾ എയിൽ FE ആയി. എയിൽ BC മാറിയിട്ട് FE വരും. എയിൽ BC മാറിയിട്ട് FE വരും. അപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി കിട്ടി. ഇതിന് കിട്ടി, Aയും Bയും കിട്ടി. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷനിൽ ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ രണ്ട് നമ്പേഴ്സ് രജിസ്റ്ററിലേക്ക് കൊണ്ടുവരാനാണ് ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തത്. ഈ രണ്ട് നമ്പർ Aയും Bയും വന്നു. ഈ സ്റ്റെപ്പാണ് ഇനി അടുത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്യണത്. അത് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് കോൾ ചെയ്യുമ്പോൾ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. Aയും Bയും മൾട്ടിപ്ലൈ ചെയ്യും.
ഈ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ, ഇപ്പോൾ ഇതിനകത്ത് ആൻസർ BA88 ആണ് ആൻസർ. ഇത് 16 ബിറ്റ് നമ്പറാണ്. അപ്പോൾ ഈ അക്യുമുലേറ്റർ ഇത് അക്യുമുലേറ്റർ എന്ന് വിചാരിക്കുക. ഇത് രജിസ്റ്റർ B. നിലവിൽ അക്യുമുലേറ്ററിലെ നമ്പർ എന്ന് പറഞ്ഞത് FEയും BC ആയിരുന്നു. ഇത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 88 അക്യുമുലേറ്ററിലേക്ക് പോകും. ഈ ലോവർ പാർട്ട് LSB, MSB എന്ന് പറഞ്ഞാൽ ഹയർ പാർട്ട് രജിസ്റ്റർ Bയിലേക്ക് പോകും. അപ്പോൾ ഈ 88 Aയിലേക്ക് പോകും. 88A B BA. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് അടുത്ത ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിൽ കിടന്നാൽ പോരാ, നമുക്ക് വേറെ നമ്മുടെ എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ അതിന് വേണ്ടി മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് DPTR ആണ്. ഇൻക്രിമെൻറ്റ് DPTRന് ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഓൾറെഡി ഇപ്പോൾ 4101 കിടന്നിരുന്നത്, ഇതിലായിരുന്നു കിടന്നിരുന്നത് DPTR. ഡാറ്റ പോയിൻ്റർ ആ അഡ്രസ്സിലായിരുന്നു കിടന്നിരുന്നത്. അത് പെട്ടെന്ന് ഒറ്റ ഇൻക്രിമെൻറ്റിൽ 4102 മാറും. അത് കഴിഞ്ഞിട്ട് ഉള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യണത് ആ ഇൻസ്ട്രക്ഷൻ MOVX @DPTR_A, അതായത് എയിലുള്ള കണ്ടൻറ്റ് DPTRന്ന് പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക്, DPTR പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് മാറ്റണം. ഇപ്പോൾ നിലവിൽ എയിലുള്ള കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ 88 ആണ്. ഈ 88 എവിടേക്ക് മാറ്റണം? 88 ഈ 4102 DPTRൻ്റെ വാല്യൂ ഇപ്പോൾ 4102 ആണ്. അപ്പോൾ 4102ലേക്ക് 88 മാറ്റും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യും. അടുത്ത ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലുള്ള കണ്ടൻറ്റ് എയിലേക്ക് മൂവ് A, B. ബിയിലുള്ള കണ്ടൻറ്റ് എയിലേക്ക് മാറ്റണം. B രജിസ്റ്ററിൽ ഓൾറെഡി എന്തായിരുന്നു? BA ആയിരുന്നു, അത് എയിലേക്ക് മാറ്റണം. അപ്പോൾ ഈ 88 മാറിയിട്ട് ഇവിടെ BA തന്നെ വരും. 88 മാറും, 88 മാറി ഇതിലും BA തന്നെ വരും. BA വന്നു. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇൻക്രിമെൻറ്റ് DPTR ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് 4103ലേക്ക് പോയിൻ്റ് ചെയ്യും. 4103ലേക്ക് പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ MOVX @DPTR_A, അതായത് എയിലുള്ള കണ്ടൻറ്റ് 4103. ഇപ്പോൾ ഓൾറെഡി DPTR 4103ലേക്ക് പോയിൻ്റ് ചെയ്തേക്കാണ്. അപ്പോൾ എയിലുള്ള കണ്ടൻറ്റ് 4103ലേക്ക് മാറണം. എയിൽ ഇപ്പോൾ BA ആണുള്ളത്, അപ്പോൾ BA വരും. ഇപ്പോൾ ഓൾറെഡി ഇത് കഴിഞ്ഞു, ഈ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. ഈ ലൂപ്പിൽ നിന്ന് ഇതിന് പുറത്തെടുക്കാൻ പറ്റില്ല. ഇത് അൺകണ്ടീഷണൽ ജമ്പാണ്. ഹോൾട്ട് എന്ന് പറഞ്ഞാൽ ലേബലാണ്, ഇത് ലേബൽ. അപ്പോൾ ഇത് ലൂപ്പായിട്ട് വർക്ക് ചെയ്യും. ഈ ലൂപ്പിൽ കിടന്ന് ഈ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കും. അതോടുകൂടി ഇത് തീർന്നു. വേറെ ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് അവിടെ കിടന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മൈക്രോ കൺട്രോളർ ഓൺ ആയിരിക്കുകയും ചെയ്യും, നമുക്ക് റിസൾട്ട് എപ്പോഴാണ് രജിസ്റ്ററിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം. ഇത് റൺ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ എവിടേക്ക് പോകുന്നത് ഇതിന് അറിയുണ്ടാവില്ല. അടുത്ത ഇൻസ്ട്രക്ഷൻ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മൈക്രോ കൺട്രോളറിൽ എപ്പോഴും ഉണ്ടാവുക. ഓരോ ക്ലോക്ക് പൾസിലും ഓരോ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലൂപ്പ് എന്തായാലും വൈൽ ലൂപ്പ്, നമ്മൾ സിയിലൊക്കെ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഒരു ലൂപ്പിനുള്ളിൽ വൈൽ ലൂപ്പോ അങ്ങനെ ഒരു ലൂപ്പ് കൊടുക്കും. അപ്പോൾ അതിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതെല്ലാ പ്രോഗ്രാമിലും ഒരു ലൂപ്പ് കൊടുത്ത് ഇരിക്കണം, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ റൺ ആവില്ല. ഇത്രേ ഉള്ളൂ ഈ പ്രോഗ്രാം. ഇത് നമുക്ക് ഇനി കെയിൽ എങ്ങനെ ചെയ്യണമെന്നും കൂടി നോക്കാം. കെയിലൊരു പ്രോജക്റ്റ് ചെയ്യാൻ ആദ്യം KL മൈക്രോവിഷൻ 5 നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും കമ്പ്യൂട്ടറിൽ. അതിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രീവിയസ് ചെയ്ത് നിർത്തിയൊരു പ്രോബ്ലമാണ് എപ്പോഴും വരിക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രോജക്റ്റ് എടുക്കുക. അതിൽ ന്യൂ മൈക്രോവിഷൻ പ്രോജക്റ്റ് എടുക്കുക. എന്നിട്ട് ഒരു KL ഒരു ഫോൾഡർ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി ഒരു സിയിലോ ഏതെങ്കിലും ഡ്രൈവിൽ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡ്രൈവിലൊരു ഫോൾഡർ ഉണ്ടാക്കിയിടുക. അതിൽ പേര് കൊടുക്കുക, മൾട്ടിപ്ലിക്കേഷൻ MUL AB.
അങ്ങനെ വെറുതെ ഒരു പേര് കൊടുക്കുക എന്തെങ്കിലും, സേവ് എന്നിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഏത് മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അറ്റ്മലിൻ്റെ 89S52 എന്ന മൈക്രോ കൺട്രോളർ അടിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ കിറ്റിലൊക്കെ അവിടെ ഇരിക്കുന്നത്. സാധാരണ 8051 മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചർ ഇതാണ്. ഇതിപ്പോൾ അറ്റ്മൽ എന്ന് പറഞ്ഞൊരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന മൈക്രോ കൺട്രോളറാണ്. ഇതാണ് സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൈക്രോ കൺട്രോളർ. അത് ഓക്കെ അടിക്കുക. അത് കഴിഞ്ഞിട്ട് startup.a51 എന്നൊരു ചോദിക്കേണ്ടത് നമ്മൾ സീലല്ല പ്രോഗ്രാം ചെയ്യണ, അസംബ്ലി ലാംഗ്വേജിൽ ചെയ്യണ കാരണം ഇത് നോന്ന് കൊടുത്താലും കുഴപ്പമില്ല, നോന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം. അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യത്തെ തന്നെ ഓപ്ഷൻ ഫോർ ടാർഗറ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞ വിൻഡോയിൽ നമ്മുടെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഒക്കെ വരും. അതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി നമ്മുടെ ട്രെയിനർ കിറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളറിൽ ഹാർഡ്വെയർ ആണ്. ഒരു ഓസിലേറ്റർ ഉണ്ടാവും, ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടാവും. ആ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കിയിട്ട് അതിൽ നോക്കിയിട്ട് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. അപ്പോൾ അത് നമ്മുടെ കിറ്റിൽ 11.0592 മെഗാഹെർട്സിലുള്ളൊരു ക്രിസ്റ്റലാണ് കിടക്കുന്നത്. അത് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് എടുക്കുക. ഔട്ട്പുട്ടിൽ ക്രിയേറ്റ് ഹെക്സ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് സെറ്റായി. ഓക്കെ അടിക്കുക. ഈ ക്രിയേറ്റ് ഹെക്സ് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും നമുക്ക് ഹെക്സ് ഫയൽ കിട്ടണം. അത് ആ ഹെക്സ് ഫയലാണ് നമ്മൾ മൈക്രോ കൺട്രോളറിലേക്ക് ബേൺ ചെയ്യണത്. അടുത്തത് ഈ ന്യൂ സോഴ്സ് ഗ്രൂപ്പ് 1 എടുക്കുക. അതെടുക്കുക. അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ഐറ്റം ടു ഗ്രൂപ്പ് സോഴ്സ് ഗ്രൂപ്പ് 1 കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. അതിൽ ഏത് ടൈപ്പ് ഫയലാണ് നമ്മൾ എഴുതാൻ പോകണമെന്ന്, നമ്മൾ സിയിലാണ് ചെയ്യണമെങ്കിൽ സി എടുക്കുക, C++ലാണെങ്കിൽ C++ എടുക്കുക. നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ആണ്. അപ്പോൾ ഉണ്ടാവും ഈ ASM ഫയലാണ്, ASM ഫയൽ അതെടുക്കുക. അത് സെലക്ട് ചെയ്യുക. എന്നിട്ടൊരു പേര് കൊടുക്കുക. മൾട്ടിപ്ലിക്കേഷൻ AB എന്നാ എന്തെങ്കിലും പേര്, നമ്മൾ നേരത്തെ കൊടുത്ത പേര് സെയിം പേര് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് പോണത് ഇവിടേക്കാണ് കേട്ടോ, FKയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കാണ് പോവുക. ആഡ് ചെയ്യുക. ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പ്രോഗ്രാം എഴുതാം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒറിജിൻ 0000H അങ്ങനെ നമുക്ക് പ്രോഗ്രാം എഴുതാം. ഇപ്പം ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്, ഒരു നോട്ട് പാഡിൽ അത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, ഇപ്പോൾ നോട്ട് പാഡിൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് കാരണം അത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. ഇതിൽ നമ്മുടെ ലാബ് മാനുവലിൽ തന്നൊരു ചെറിയ വ്യത്യാസം, ഒറിജിൻ 000H ആണ് നമ്മൾ ഈ കെയിലിൽ കൊടുക്കുന്നത്. അത് ഇങ്ങനെ ഈ കെയിലിൽ ഇത് കൊടുത്താലാണ് ശരിയാവുള്ളൂ. മറ്റേത് നമ്മൾ കിറ്റിൽ കൊടുക്കേണ്ടതാണ്. അത് എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്റ്റേണൽ മെമ്മറിയിലാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ കൊടുക്കാം. ഇപ്പോൾ പ്രോഗ്രാം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാമല്ലോ. പ്രോഗ്രാം സെയിം പ്രോഗ്രാമാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് എക്സിക്യൂട്ട് ചെയ്യണം. ഇത് ശരിയാണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു ബട്ടൺ ഉണ്ട് ഇവിടെ, ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെയുണ്ട്. അല്ലെങ്കിൽ Ctrl+F7 പ്ലസ് ചെയ്താലും ട്രാൻസ്ലേറ്റ് കിട്ടും. ഇവിടെ അതിനൊരു ടൂളുണ്ട്, പ്രോജക്റ്റിൽ ട്രാൻസ്ലേറ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഒറ്റ ക്ലിക്കിൽ ട്രാൻസ്ലേറ്റ് ആയി. അപ്പോൾ ഇതിനകത്ത് എഴുതി കാണിക്കും, എറർ ഉണ്ടെങ്കിൽ എറർ കാണിക്കും, വാർണിങ്സ് കാണിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബിൽഡ് ചെയ്യണം. അതായത് ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് അതും ചെയ്തു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പ്രോഗ്രാം ഹെക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഇനി ഹെക്സ് ഫയൽ ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഹെക്സ് ഫയൽ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കണില്ല. മൈക്രോ കൺട്രോളറിൽ ഹാർഡ്വെയറിൽ ബേൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഹെക്സ് ഫയൽ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് സിമുലേഷനാണ് വേണ്ടത്. സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീബഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിലെ. ഇപ്പോൾ ഡീബഗ് എന്ന് പറഞ്ഞൊരു D എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, കണ്ടോ.
ഈ D:, അത് അല്ലെങ്കിൽ ഡീബഗ് ഇടുക. ലെൻസിൻ്റെ പടം ഒരു ഉള്ളിൽ D എഴുതിയതാണ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇവാലുവേഷൻ മോഡ് റണ്ണിങ് വിത്ത് കോഡ് സൈസ് ലിമിറ്റൊക്കെ 2K എന്നൊക്കെ പറഞ്ഞു. അത് ഇവാലുവേഷൻ മോഡ് നമ്മൾ പർച്ചേസ് ചെയ്ത സോഫ്റ്റ്വെയർ അല്ല, ഇത് ട്രയലിന് വേണ്ടി എടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ. അപ്പോൾ അങ്ങനെ കാണിക്കും. 2K വരെ ലിമിറ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും 2K വരെയൊന്നും പ്രോഗ്രാം കോഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ഓക്കെ അടിക്കുക. ഇപ്പം നിലവിൽ ഇപ്പോൾ ഇത് വന്നു. ഇതിനകത്ത് നമ്മുടെ കോഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ ന്യൂമോണിക്സും മറ്റേ ഓപ്പ് കോഡൊക്കെ ഓൾറെഡി ഡെവലപ്പ് ആയിട്ട് ഇതിനകത്ത് കാണാം, ജനറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് രജിസ്റ്റേഴ്സ് കാണാം. ഈ ഭാഗത്ത് രജിസ്റ്ററുകൾ കാണാം. R0, R1, R2 അങ്ങനെ R7 രജിസ്റ്റർ. പിന്നെ അക്യുമുലേറ്റർ A കാണാം, B കാണാം, സ്റ്റാക്ക് പോയിൻ്റർ കാണാം, പ്രോഗ്രാം കൗണ്ടർ കാണാം, DPTR കാണാം. പിന്നെ അതുപോലത്തെ കുറേ കാര്യങ്ങൾ, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് കാണാം. ഈ DPTRൽ 2 ലൊക്കേഷനിലായിട്ടാണ് സേവ് ചെയ്യണത്. അതായത് DPTR 16 ബിറ്റാണ്. നമ്മുടെ മൈക്രോ കൺട്രോളിൽ ആകെ 8 ബിറ്റ് രജിസ്റ്റർ ഉള്ളൂ. അപ്പോൾ 2 8 ബിറ്റ് വെച്ചിട്ടാണ് 16 ബിറ്റ് ആക്കി എടുക്കുന്നത്. അത് ഇനി ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഡാറ്റ കൊടുക്കണം. ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പ്രോജക്റ്റിൽ ഒരു സംഭവം എവിടെയാണ്, പെരിഫറൽസിലല്ലോ, മെമ്മറി വ്യൂവിൽ മെമ്മറി വിൻഡോ ഉണ്ട്. അതിൽ മെമ്മറി 1, മെമ്മറി 2, മെമ്മറി 3 ഇങ്ങനെ ഏതെങ്കിലും എടുക്കുക. ഓൾറെഡി ഇപ്പോൾ ഇവിടെ എടുക്കണില്ലെങ്കിൽ മെമ്മറി നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് എടുക്കണം. ഇവിടെ കണ്ടോ മെമ്മറി എടുക്കുന്നുണ്ട്, ഈ മെമ്മറി എടുക്കുക. അപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി 4100 നമ്മൾ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ പോണത്. ഇവിടെ ഓൾറെഡി നമ്മൾ DPTR 4100 കണ്ടോ. ഈ സംഭവം ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് എക്സ് ക്ലിക്ക് ചെയ്യുക, എക്സ് ടൈപ്പ് ചെയ്യുക, സെമിക്കോളൻ അടിക്കുക, 4100 അടിക്കുക. 4100 H അടിക്കണം. അപ്പോൾ 4100 വന്നു. ഇനി നമ്മൾ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോകണം. നമ്മൾ കൊടുത്ത നമ്പേഴ്സ് ഏതായിരുന്നു, ആ നമ്പർ 2 കൊടുക്കണം. BCയും FEയും 2 നമ്പേഴ്സാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ BCയും FEയും നമ്മളിവിടെ കൊടുക്കണം. ഈ ആദ്യത്തെ ലൊക്കേഷൻ 4100, അതാണ് 4100. അവിടെ BC കൊടുക്കുക, BC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് 4101, അതിൽ FE എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൊക്കേഷൻ ഫസ്റ്റ് ലൊക്കേഷനിൽ പോയിൻ്റ് ചെയ്തു കേട്ടോ. ഇപ്പോൾ പോയിൻ്റ് ചെയ്യണുണ്ടോ. അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ ഓരോ സ്റ്റെപ്പ് വെച്ച് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം വേണ്ട DPTR 4100 വന്നു. DPTR 4100 വന്നു. അടുത്തത് BC അക്യുമുലേറ്ററിലേക്ക് BC മാറി. വേണ്ട അക്യുമുലേറ്ററിലേക്ക് BC മാറി. ഇനി ഇത് മൂവ് B, A എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പോയിൻ്റ് ചെയ്യണത് ഇതാണ്, INC DPTR ആണ്. അപ്പോൾ രജിസ്റ്റർ Bയിൽ BC വന്നു. ഇനി അടുത്തത് DPTR ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്തത് മൂവ് A, DPTRലേക്ക് FE മാറി. അക്യുമുലേറ്ററിലേക്ക് മാറി. DPTRലുള്ള കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് മാറി. FE ആയി അക്യുമുലേറ്ററിൽ. പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്തു DPTR. അപ്പോൾ എയിലും ബിയിലും ഇത് നമ്പേഴ്സ് വന്നു. 88ഉം BAയും വന്നു. ഇനി എയിലുള്ളത് മൾട്ടിപ്ലിക്കേഷനും ചെയ്തു. അപ്പോൾ 88ഉം BA മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാണ്. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞപ്പോഴാണ് 88ഉം BA ആയത്. അത് കഴിഞ്ഞ് ഒന്നുകൂടി DPTR ഇൻക്രിമെൻ്റ് ചെയ്തു. 4102 ഇനി എയിൽ BA വന്നു. 4103 ബിയിൽ
ഓൾറെഡി നമ്മുടെ റിസൾട്ട് വന്നു കേട്ടോ. 88ഉം BAയും വന്നു. ഇത് പെട്ടെന്ന് നടക്കുന്ന സംഭവമാണ്, വളരെ സ്പീഡിൽ. ഇപ്പോൾ ശരിക്കും ഓരോ സ്റ്റെപ്പ് അല്ലാണ്ട് ഇതെങ്ങനെ ചെയ്യണ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഒന്നുകൂടി റീസെറ്റ് ചെയ്യുക. ഇത് അടിച്ച് ഞാൻ റൺ ചെയ്യും, ഒറ്റയടിക്ക് റൺ ചെയ്യും. അപ്പോൾ ആ റിസൾട്ടിലേക്ക് ഒന്ന് നോക്കിയോ കേട്ടോ. റിസൾട്ട് വേണമെങ്കിൽ ഒന്ന് 0 ആക്കി കൊടുക്കാം. ഞാൻ മനസ്സിലാവില്ല. റീസെറ്റ് ചെയ്യുക, നോക്കിയോ ഉണ്ടോ, ഒറ്റയടിക്ക് വന്നു, റിസൾട്ട് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ലാബിൽ ചെയ്യേണ്ടത്. ഓക്കെ.